അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഖാമത്തുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുക. നമസ്കരിക്കുക എന്നല്ല, മറിച്ച് നമസ്കാരത്തെ അതതിന്റെ വക്തുകളിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയം നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. നമസ്കാരം നിലനിർത്തുന്നതിലൂടെയല്ലാതെ ഇഹത്തിലും പരത്തിലുമുള്ള ഖൈറുകൾ നേടിയെടുക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഒരാളെ ഈമാനിൽ നിന്ന് തന്നെ തെറിപ്പിച്ച് കളയുന്നതാണ് നമസ്കാരം ഉപേക്ഷിക്കൽ. ബൈനർ റജുലി വബൈനൽ കുഫ്രി തർക്കുസ് സ്വലാഹ്. ഒരു വ്യക്തിയും കുഫറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ കുഫറിലേക്ക് പോയി. ആ നമസ്കാരം പതിവായി നിലനിർത്തുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് എല്ലാ നിലക്കുമുള്ള അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിൽ കാണാം വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങളുടെ എല്ലാ ഇസ്തിആനയും ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടുമാണ്. അഥവാ റഹ്മാനായ റബ്ബിനോടുള്ള ഇസ്തിആന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് വേണ്ടി തേടുന്നു. അപ്പോൾ നമസ്കാരം ഏറ്റവും വലിയ ഇസ്തിആനയാണ്. മുവഹിദുകളുടെ ഏറ്റവും വലിയ ഇസ്തിആന എന്ന് പറയുന്നത്, സഹായതേട്ടം എന്ന് പറയുന്നത് നമസ്കാരമാണ്. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അല്ലാഹുവിനെ പേടിയില്ലാത്ത ആളുകൾക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമേറിയ ഒരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് നമസ്കരിക്കുക എന്നുള്ളത്. എന്നാൽ നമസ്കാരം ഏറ്റവും വലിയ ഇസ്തിആനയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ വസീലയാണ്. ആ നമസ്കാരം നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്.